പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫനും സാന്ദ്ര തോമസും തമ്മിൽ തർക്കം കനക്കുന്നു. രണ്ടാം ദിവസം പർദ്ദ കിട്ടിയില്ലേ എന്ന് ലിസ്റ്റിന്റെ പരിഹാസം. താൻ പറഞ്ഞത് സത്യമെന്ന് തെളിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി വിടുമോ എന്നായിരുന്നു സാന്ദ്രയുടെ വെല്ലുവിളി. മമ്മൂട്ടിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ സൈബർ ആക്രമണം നേരിടുന്നതിനിടയിലാണ് സാന്ദ്ര തോമസിനെതിരെ വീണ്ടും പരിഹാസവുമായി ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തിയത്. പത്രിക തള്ളിയതിൽ കോടതി വിധി സാന്ദ്രയ്ക്ക് അനുകൂലമായാൽ സഹകരിക്കുമെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലാവും. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെ സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് വേണം. അതാണ് അവിടുത്തെ ബൈലോ. സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തന്റെ പത്രിക തള്ളിയതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ കോക്കസിന്റെ ഭാഗമെന്നും സാന്ദ്ര. ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ പർദ്ദ ധരിച്ച് നടക്കണമെന്നാണോ ലിസ്റ്റിന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിട്ടും എന്നെ പുറത്താക്കുമെന്ന് വരണാധികാരി അടക്കം പറഞ്ഞപ്പോൾ അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ അന്ന് പർദ്ദ ധരിച്ചു പോയത്. പലപ്പോഴും ഈ സംഘടനാ തലപ്പത്ത് വരുന്ന ആളുകളൊന്നും ബൈലോ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി ഉണ്ടായിട്ടോ അല്ല. അവരെല്ലാം അവരുടെ പവറും അല്ലെങ്കിൽ ഒരു കോക്കസിന്റെ ഭാഗമായി നിന്ന് മാത്രമാണ് ഈ അസോസിയേഷന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നത്. മമ്മൂട്ടി ഇടപെട്ടത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന തന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ആൻഡോ ജോസഫിന് വേണ്ടി മറ്റാരോ പറഞ്ഞതു പ്രകാരമാണ് മമ്മൂട്ടി വിളിച്ചതെന്നും സാന്ദ്ര പറഞ്ഞു. എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അന്ന് എന്നോട് സംസാരിച്ചതിന് ശേഷം. അതിനുശേഷം ഇനി സാന്ദ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചത്. മമ്മൂട്ടി തന്റെ സിനിമയിൽ നിന്ന് പിന്മാറിയത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണെന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.